ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാലും പഴവും എന്ന മൂവിയാണ്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട നായകനും നായികയും വിവാഹത്തിന്റെ എന്നാണ് അറിയുന്നത് അവർ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്ന്. എന്നാൽ പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ സുമി തനിക്ക് ജോലി കിട്ടി എന്നുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററും വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് ഓടി വരുന്നതാണ്. പുറത്തു നിന്ന് അവൾ അമ്മ സുമിത്രയെ ഉറക്കെ വിളിക്കുന്നുണ്ട്. അതേസമയം അവിടെ TV കണ്ടുകൊണ്ടിരുന്ന അവളുടെ സഹോദരൻ സുമേഷ് ആകട്ടെ അമ്മ സുമിത്രയോട് പറയുന്നുണ്ട് എനിക്ക് ചായ എടുക്കാൻ. ഒരിടത്ത് നിന്ന് സുമിയുടെ ബഹളവും മറ്റൊരിടത്തു നിന്ന് സുമേഷിന്റെ ബഹളവും രണ്ടും കേട്ട് ഭ്രാന്ത് പിടിച്ച സുമിത്ര ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ ഒരു വരവില് പടിയിൽ കാല് തെറ്റി വീണ് അവരുടെ നടു ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി അവർ കിടപ്പിലായി. ആഗ്രഹിച്ചിരുന്ന കിട്ടിയ ജോലിക്ക് സുമിക്കോട്ട് പോകാനും പറ്റില്ല. സുമേഷ് പറയുന്നുണ്ട് ഇനി അമ്മയുടെ കാര്യങ്ങളെല്ലാം നീ നോക്കണം. ഞാൻ പുറത്തെവിടെങ്കിലും പോയി ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഈ വീട്ടിലെ ചെലവുകൾ നടക്കൂ. അവൻ ജോലിക്ക് പോയില്ലെങ്കിൽ സുമി ജോലിക്ക് പോവുകയും അമ്മ തന്റെ തലയിലാവുകയും ചെയ്യുമെന്ന് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അമ്മയെ സുമിയെ ഏൽപ്പിച്ച ശേഷം അവൻ ഗൾഫിലേക്ക് പോയി. അതേസമയം നമ്മുടെ നായകനായ സുനിലാകട്ടെ സ്കൂൾ വിദ്യാർത്ഥിയാണ്. പഠിത്തത്തിൽ അവനവന്റെ ചേട്ടൻ ശരത്തിനേക്കാളും പിന്നോട്ടായിരുന്നു. അത് കാരണം പലപ്പോഴും അവന് വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടുന്നത് പതിവാണ്. അവന്റെ ചേട്ടനായിരുന്നു അവന്റെ ഏറ്റവും വലിയ ശത്രു. ചേട്ടൻ നന്നായിട്ട് പഠിക്കുകയും ഇവനിങ്ങനെ ഒളപ്പുകയും ചെയ്യുന്ന കാരണം എപ്പോഴും പണി കിട്ടുന്നത് സുനിലിനാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. കിട്ടിയ ജോലിക്ക് പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ് സുമി. അവളുടെ അമ്മയാകട്ടെ എല്ലാ ദേഷ്യവും അവളുടെ മേലാണ് തീർക്കുന്നത്. അവര് വീഴാൻ കാരണം അവളാണെന്നാണ് അവരെപ്പോഴും പറയുന്നത്. അവളുടെ ബഹളം കാരണം ഓടി വന്ന വഴിക്കല്ലേ ഇവര് വീണത്. അതുകൊണ്ട് ആ പഴി മൊത്തം കേട്ടുകൊണ്ടിരുന്നത് സുമിയായിരുന്നു. അവൾ എത്ര നന്നായിട്ട് അമ്മയെ നോക്കിയാലും എപ്പോഴും അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവളുടെ കൂടെ പഠിച്ചവരെല്ലാം ജോലി വാങ്ങി ഓരോയിടത്തേക്ക് പോയി. പലരുടെയും വിവാഹവും കഴിഞ്ഞു. അപ്പോഴും സുമിയെ പറ്റി ആർക്കും ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അവൾക്കൊരു ജോലിക്ക് പോകണ്ടേ, അവൾക്കൊരു വിവാഹം കഴിക്കണ്ടേ എന്നൊരു ചിന്തയൊന്നും തന്നെ സുമിയുടെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മയ്ക്ക് കുറച്ച് ഭേദമായെങ്കിലും അവരെപ്പോഴും വയ്യാന്ന് പറഞ്ഞിട്ട് സുമിയെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തി. അതേസമയം സുനിലാകട്ടെ തന്റെ നാട്ടിലുള്ള സുഗു എന്ന് പറയുന്ന ഒരു ചേട്ടനുമായിട്ട് കൂട്ടുകൂടുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുഗു തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലില് ചാറ്റ് ചെയ്യുന്ന കണ്ടിട്ട് സുനിൽ അയാളോട് പറയുന്നുണ്ട് എനിക്ക് ഒരു അക്കൗണ്ട് എടുത്തു തരാൻ. എന്നാൽ അവൻ അതിനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല. 15 വയസ്സേ അവനപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് അവർ ആ അക്കൗണ്ടിൽ കൊടുത്തിരുന്നത്. 1994 അവൻ ജനിച്ചിരുന്നത്. എന്നാൽ അവരതിൽ വെക്കുന്നതാകട്ടെ 1990 എന്നാണ്. ഒരു വശത്ത് സുനിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു, മറുവശത്താകട്ടെ അമ്മയെ നോക്കി നോക്കി സുമിയുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു. കൂടെയുള്ള എല്ലാവരും തന്നെ വിവാഹം കഴിച്ചു പോയി. കൂട്ടത്തിൽ സുമേഷിന്റെ വിവാഹവും കഴിഞ്ഞു. അവൾ സുമേഷിനോട് വന്ന് പറയുന്നുണ്ട് ഇപ്പൊ നിന്റെ വിവാഹവും കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും എനിക്ക് ജോലിക്ക് പോകാലോ എന്ന്. ഞാനും നിന്റെ വൈഫും കൂടെ ചേർന്നിട്ട് മാറി മാറി അമ്മയെ നോക്കിയാ പോരെ. എന്നാൽ സുമേഷിന്റെ വൈഫ് പറയുന്നുണ്ട് നിന്റെ അമ്മയെ നോക്കാനൊന്നുമല്ല എന്റെ വീട്ടുകാർ എന്നെ ഇവിടെ വിവാഹം കഴിപ്പിച്ച് അയച്ചതെന്ന്. ഞാനും സുമേഷേട്ടന്റെ കൂടെ പുറത്തേക്ക് പോവുകയാണെന്ന്. അതോടെ സുമിയുടെ ജോലിക്ക് പോകാനുള്ള ആഗ്രഹം വീണ്ടും ഇല്ലാതെയായി. അതിനിടെ നമ്മുടെ നായകൻ സുനിലിന്റെ ചേട്ടൻ ശരത്തിന് ജോലിയും കിട്ടി. സുനിലിനെ കൊണ്ടും ഇനി ബിടെക് എടുപ്പിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ അതിനൊന്നും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതേസമയം സുമിയുടെ വീട്ടിലാകട്ടെ സുമിത്രയുടെ ഒരു പരിചയക്കാരി തന്റെ അനിയനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അയാൾക്ക് 10-45 വയസ്സുണ്ട്. ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. സുമിയെ വിവാഹം കഴിച്ചാലൊന്ന് അയാൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും പ്രായമുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ സുമിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സുമി അതിന് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. മൂക്കി പല്ലുമുളച്ച് നിൽക്കുന്ന നിന്നെ അവനെങ്കിലും കെട്ടാന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാ. എന്നാൽ തനിക്കത് വേണ്ടാന്ന് സുമി തീർത്തു പറയുന്നു. പിന്നെയും കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി. നമ്മുടെ സുനിലാകട്ടെ ബിടെക് ഒക്കെ എടുത്തിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ കുറെ സപ്ലൈ ഒക്കെ അടിച്ച് കിടപ്പാണ്. അവൻ തന്റെ അച്ഛനോട് വന്ന് പറയുന്നുണ്ട് എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന്. അതിന് അച്ഛൻ ബാങ്ക് വരെ വന്ന് എനിക്കൊരു ലോൺ ശരിയാക്കി തരണം. എന്നാൽ മര്യാദയ്ക്ക് എക്സാം പോലും പാസ്സാക്കാതെ നടക്കുന്ന അവനെ വിശ്വസിച്ച് ലോണൊന്നും എടുത്തു കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. എന്റെ വിഷമം കൂട്ടുകാരെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവരാകട്ടെ ഇവന് ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തു കൊടുത്ത സുഖേട്ടിനെ പറ്റി സംസാരിക്കുന്നു. പുള്ളി FB വഴി ഏതോ ഒരു പണച്ചാക്കിനെ കല്യാണം കഴിച്ച് ഇപ്പൊ കോട്ടയത്ത് സെറ്റിലാണ്. വലിയ നിലയിലാണ് പുള്ളി ജീവിക്കുന്നത്. നിനക്കും അതുപോലെ ആരെങ്കിലും സെറ്റാക്കി കൂടെ എന്നാണ് അവർ സുനിലിനോട് ചോദിക്കുന്നത്. അത് നല്ലൊരു ഐഡിയ ആണെന്ന് അവനും തോന്നി. ഇവിടെ സുമേഷ് ഗൾഫിലിരുന്ന് വിളിക്കുന്ന സമയത്തെല്ലാം തന്നെ സുമിത്ര സുമിയെ പറ്റിയുള്ള കുറ്റങ്ങൾ അവനോട് പറയുകയാണ്. മര്യാദയ്ക്ക് എനിക്കൊന്നും വെച്ച് വിളമ്പി തരത്തില്ല, എന്റെ കാര്യങ്ങളും നോക്കില്ല. എന്നാൽ അവളായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എന്നിട്ട് പോലും എപ്പോഴും അവളെ കുറിച്ച് കുറ്റം പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു കേബിൾ കണക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ട് അതുപോലും അവൾ എടുക്കുന്നില്ല. സുമിത്ര പറയുന്ന കള്ളത്തരങ്ങളെല്ലാം കേട്ടിട്ട് സുമേഷും വൈഫും ചേർന്നിട്ട് സുമിയെ ഒരുപാട് വഴക്ക് പറയുന്നു. ഇവിടെ നിന്നും അയച്ചിരുന്ന കാശ് മൊത്തം നീ നിന്റെ ആവശ്യങ്ങൾക്ക് എടുക്കുകയാണ്. നീ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന കാരണമാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാത്തത്. എന്നാൽ അവർ അയച്ചു കൊടുക്കുന്ന കാശ് ആ വീട്ടിലെ കാര്യങ്ങൾക്ക് തികയുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പറയുന്ന സമയത്ത് സുമേഷിന്റെ വൈഫ് പറയുന്നുണ്ട് ഞങ്ങളുടെ ചെലവിലാണ് നീ ജീവിക്കുന്നതെന്ന്. ഇങ്ങനെ മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കാൻ നിനക്ക് നാണമില്ലേ? സ്വന്തമായിട്ട് കുറച്ച് കാശുണ്ടാക്കി അത് പൊട്ടിച്ചു കളയുമ്പോഴാണ് നിനക്ക് അതിന്റെ വില മനസ്സിലാകുന്നത്. അവരുടെ ആ കുത്തുവാക്കുകൾ കേട്ടതോടുകൂടി ഏതെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നുള്ള വാശിയായി സുമിക്ക്. അതുകൊണ്ട് അവള് പിറ്റേന്ന് തന്നെ തന്റെ ഒരു റെസ്യൂം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഒരു പുതിയ ഫോട്ടോയും എടുക്കുന്നു. അതേസമയം സുനിലാകട്ടെ ഏതെങ്കിലും പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുകയായിരുന്നു. നല്ല 2 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവൻ പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്നു. സുമി തന്റെ റെസ്യൂം സെറ്റാക്കി പലയിടത്തും ജോലിക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം അവർക്ക് കളിയാക്കലുകളാണ് കിട്ടുന്നത്. ഈ പ്രായത്തിലാണ് ജോലിക്ക് വരുന്നതെന്ന് ചോദിച്ചിട്ട്. അതേസമയം സുനിൽ പല
പെൺകുട്ടികൾക്ക് റിക്വസ്റ്റ് അയച്ച് ചാറ്റിങ്ങും ആരംഭിച്ചിരുന്നു. ഒടുവിലൊരു ബാങ്കില് ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്നറിഞ്ഞിട്ട് സുമി അവിടേക്ക് ചെല്ലുന്നു. രാഘവൻ എന്ന ആളായിരുന്നു അവിടുത്തെ മാനേജർ. അയാളും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സുമിയും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലായതോടെ അയാൾക്ക് സുമിയോട് നല്ല താല്പര്യം തോന്നി തുടങ്ങി. ആ സമയത്ത് അവിടേക്ക് എന്തോ സൈൻ ചെയ്യാൻ വേണ്ടി വന്ന അവിടുത്തെ ഒരു സ്റ്റാഫിനെ ആകട്ടെ അയാൾ വഴക്ക് പറഞ്ഞു വിടുന്നുണ്ട്. കാരണം ആ പയ്യനെ കാണാൻ കുറച്ച് ഗ്ലാമർ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും സുമിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി ആ ബാങ്ക് മാനേജർ രാഘവൻ അവൾക്ക് ജോലി കൊടുത്തു. അവൾ ആ സന്തോഷത്തിൽ വീട്ടിൽ വന്ന അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നു. പിറ്റേന്ന് മുതൽ അവൾ ജോലിക്ക് പോയി തുടങ്ങി. അവിടുത്തെ പിയൂണും രാഘവനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, സുമിയെ എങ്ങനെയെങ്കിലും ലൈൻ അടിച്ചു വീഴ്ത്താൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫിനെ എല്ലാം നേരിട്ട് പോയി പരിചയപ്പെടുത്തുന്ന രാഘവൻ തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ കണ്ട ആ പയ്യനെ മാത്രം സുമിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല. എന്താവശ്യമുണ്ടെങ്കിലും അസിസ്റ്റന്റ് മാനേജർ രേവതിയെ പോയി കാണാനാണ് സുമിയോട് അയാൾ പറയുന്നത്. സുമിയെ കണ്ട ഉടനെ രേവതി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എന്നിട്ട് ഫേസ്ബുക്ക് ഐഡി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ തനിക്ക് അങ്ങനെ ഫേസ്ബുക്കിലൊന്നും അക്കൗണ്ട് ഇല്ല എന്നാണ് സുമി പറയുന്നത്. സുനിലാകട്ടെ ഇവിടെ ഏതോ ഒരു പെങ്കുച്ചുമായിട്ട് നല്ല കമ്പനി ആവുകയും ഫുൾ ടൈം ചാറ്റിംഗിലുമാണ്. സുമി ബാങ്കിൽ അത്യാവശ്യം ജോലികളെല്ലാം തന്നെ പഠിച്ചിരുന്നു. ആ സമയത്ത് രാഘവൻ വഴക്ക് പറഞ്ഞു വിട്ട ആ പയ്യനെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബാങ്കിൽ വരുന്ന എല്ലാവരെയും നല്ല പോലെ ആ പയ്യൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സുമിക്ക് അവന്റെ ക്യാരക്ടർ എല്ലാം തന്നെ ഇഷ്ടമായി. സുമിയോടും അവൻ നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സുമി അവനെ വായ നോക്കാറുമുണ്ട്. ഒരു സൈഡിൽ സുമി ഈ പയ്യനെ നോക്കുന്നു, മറ്റൊരു സൈഡിൽ രാഘവൻ സുമിയെ വളയ്ക്കാനുള്ള ശ്രമത്തിലും. ഇവിടെ സുനിലാകട്ടെ അവൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ മീറ്റ് ചെയ്താലോ എന്ന് അവർ പരസ്പരം സംസാരിക്കുന്നു. ആ പെൺകുട്ടിയെ അവനോടത് പറയാനിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും പിറ്റേന്ന് ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് സുനില ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. അവൻ ഇത്രയും കാലം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പെണ്ണിനോടായിരുന്നില്ല, ഒരു മധ്യവയസ്കനോടായിരുന്നു. അയാളാകട്ടെ ഒരു ഗെയും. അയാൾ വന്ന് അവന്റെ കാലിൽ കൈവച്ചപ്പോഴേക്കും അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അവന് മനസ്സിലായി. പറ്റിക്കപ്പെട്ട വിഷമത്തിലും പേടിയിലും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവന്റെ കൂട്ടുകാരെല്ലാം തന്നെ അവനെ കളിയാക്കി ചിരിക്കാനും തുടങ്ങി. പിന്നീട് അങ്ങോട്ട് സുനിലിന് ആകെ പേടിയായി. കാരണം ആരാണ് ജെനുവിൻ, ആരാണ് കബളിപ്പിക്കാൻ വരുന്നതെന്ന് ഒന്നും തന്നെ അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതേസമയം ബാങ്കിലാകട്ടെ ഒരു സ്ത്രീ തന്റെ കുട്ടിയും കൊണ്ട് വന്നിട്ട് ആ കുട്ടിയെ സുമിയുടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ച ശേഷം അവർ ബാത്റൂമിലേക്ക് പോകുന്നു. എന്നാൽ ആ കുട്ടിയാകട്ടെ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അതിനിടയ്ക്ക് സുമി അവനെ ഒന്ന് വഴക്ക് പറയുകയും ഒരു ചെറിയ നുള്ളു വെച്ച് കൊടുക്കുകയും ചെയ്തു. അവന്റെ അമ്മ തിരിച്ചു വന്നപ്പോഴേക്കും ഈ കുട്ടിയാകട്ടെ സുമി തന്നെ നുള്ളിയെന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കായി. ഇതിന്റെ ഇടയ്ക്കാകട്ടെ സുമി വായി നോക്കുന്ന ആ പയ്യൻ അതിന്റെ ഇടയ്ക്കേക്ക് കയറി വന്നിട്ട് ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിക്കുന്നു. അവൻ തന്നെ ചേച്ചിന്ന് വിളിച്ചതും ശരിക്കും സുമി ഞെട്ടിപ്പോയി. കാരണം സുമി വിചാരിച്ചിരുന്നത് ഇത്രയും കാലം താൻ അവനെ നോക്കുന്ന പോലെ അവന് തന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടെന്ന്. എന്നാൽ ആ ചേച്ചി വിളിയോട് കൂടി സുമിയുടെ എല്ലാ പ്രതീക്ഷയും തകർന്നു. അവൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് തന്നെ കണ്ട അത്രയ്ക്ക് പ്രായം തോന്നിക്കുമോ എന്ന്. നീ വെറുതെ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്നാണ് രേവതി പറയുന്നത്. നിനക്ക് പറ്റിയ നല്ല ചുള്ളൻ ചെക്കന്മാരെ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി ഒരു ഫേസ്ബുക്ക് ഐഡി കൂടി രേവതി തുടങ്ങി കൊടുക്കുകയാണ്. എന്നാൽ സുമിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1983 ആയിരുന്നു. തൽക്കാലം നമുക്ക് അത് വെക്കണ്ട, കുറച്ച് വയസ്സ് കുറച്ച് വെക്കാമെന്നാണ് രേവതി പറയുന്നത്. അതുകൊണ്ട് അവളും 1990 വെക്കുന്നത്. അവിടെ സുനിലാകട്ടെ 94 ജനിച്ചിട്ട് 1990 വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ സുമിയാകട്ടെ 1983 ജനിച്ചിട്ട് 1990 വെച്ചിരിക്കുന്നു. അതേസമയം സുനിൽ വീണ്ടും ഫേസ്ബുക്കിൽ പെൺകുട്ടികൾക്ക് റിക്വസ്റ്റ് അയക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇത്തവണ അവന്റെ കൂട്ടുകാരന്റെ ഉപദേശം കേട്ടിട്ട് അവനാകട്ടെ ജോലിയുള്ളൊരു വ്യക്തിയുടെ രീതിയിലാണ് പ്രൊഫൈൽ പിക്ക് ആഡ് ചെയ്യുന്നത്. ഒരു ഓഫീസിൽ പോയിരുന്നിട്ട് മീശയൊക്കെ വെച്ചിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊഫൈൽ പിക്ക് എടുക്കുന്നു. എന്നിട്ട് ബയോയില് വെക്കുന്നതാകട്ടെ താൻ ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണെന്നും. അങ്ങനെ പ്രൊഫൈൽ പിക്ചറെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് അവൻ വീണ്ടും പെൺകുട്ടികൾക്ക് റിക്വസ്റ്റ് അയക്കാൻ തുടങ്ങി. സുമി നോക്കുമ്പോഴാകട്ടെ അവൾക്ക് വരുന്ന റിക്വസ്റ്റ് എല്ലാം തന്നെ കൂടുതലും അവളുടെ കൂടെ പഠിച്ചവരും അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ആയിരുന്നു. അങ്ങനെ കുറെ പേരുടെ റിക്വസ്റ്റ് നോക്കി നോക്കി വരുമ്പോഴാകട്ടെ നമ്മുടെ സുനിലിന്റെ റിക്വസ്റ്റും അവളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കാണുന്നു. കണ്ടിട്ട് അത്യാവശ്യം കൊള്ളാന്ന് തോന്നിയപ്പോ അവളാകട്ടെ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവർ ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. സുമി നോക്കുമ്പോ അവൻ ഒരു IT പ്രൊഫഷണലാണ്. അവൻ നോക്കുമ്പോഴാകട്ടെ സുമി ബാങ്കിലെ ക്ലർക്കും. തനിക്ക് ബിസിനസ് ചെയ്യാൻ ലോൺ എല്ലാം സെറ്റ് ആകണമെങ്കിൽ സുമിയെപ്പോൾ ഒരു പെണ്ണിനെ തന്നെ മതിയെന്ന് അവനും വിചാരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഫുൾ ടൈം ഇവർ ചാറ്റിംഗ് ആയിരുന്നു. തന്റെ പഴയ ഫോണൊക്കെ മാറ്റിയിട്ട് സുമി നല്ലൊരു ഫോൺ വരെ വാങ്ങി. സുമിയെ പറ്റി സുനിൽ തന്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവന്റെ കൂട്ടുകാർ പറയുന്നുണ്ട് ഇത്തവണയെങ്കിലും അത് പെണ്ണാണോന്ന് നീ ഒന്ന് ഉറപ്പിക്കാൻ. അത് കേട്ടതും സുനിലും ഒന്ന് പേടിച്ചു. അതുകൊണ്ട് തന്നെ സുനിൽ സുമിയോട് പറയുന്നുണ്ട് ഒരു വോയിസ് ഇടാൻ. അങ്ങനെ അവള് തന്റെ വോയിസിൽ ഒരു വോയിസ് മെസ്സേജ് അവനിടുന്നുണ്ട്. അവളുടെ വോയിസ് കേട്ടതോടെ സുനിലിന് സമാധാനമായി, ഇത് പെണ്ണ് തന്നെയാണ്. പിന്നെ പരസ്പരം വോയിസ് മെസ്സേജ് ആയി ചാറ്റിംഗ് ആയി അങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അവന്റെ ചേട്ടൻ ശരത്ത് കാണുന്നുണ്ട് ഇവൻ ഇങ്ങനെ സുമിയായിട്ടിരുന്ന് ചാറ്റ് ചെയ്യുന്നത്. സപ്ലി അടിച്ച് കിടക്കുന്ന ഇവന് പോലും പെണ്ണ് സെറ്റായെന്ന് അറിഞ്ഞപ്പോൾ ശരത്തിന് ആകെ ദേഷ്യമായി. അവൻ തന്റെ വീട്ടുകാരോട് പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് കല്യാണം ആലോചിക്കാൻ. ഇവിടെ സുമിയുടെ വീട്ടിലും അവളെ കല്യാണത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് വന്ന 45 വയസ്സുള്ള കൃഷ്ണകുമാറിനെ കെട്ടാൻ വേണ്ടിയിട്ട് സുമേഷും സുമിത്രയും ചേർന്നിട്ട് അവളെ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സുമി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വീട്ടുകാർ ശരത്തിന്റെ നിർബന്ധം കാരണം ഒരു പെണ്ണിനെ സെറ്റാക്കിയിരുന്നു. എത്രയും പെടുന്ന നിശ്ചയവും കഴിഞ്ഞ് വിവാഹം കഴിക്കണമെന്നായിരുന്നു ശരത്തിന്റെ ആഗ്രഹം. അത്
അതെല്ലാം താൻ സെറ്റാക്കിക്കൊള്ളാം, നീ മനസ്സമാധാനത്തോട് ജോലിക്ക് പോകുമെന്ന് ശരത്തിനോട് അവന്റെ അച്ഛൻ പറയുന്നു. അവൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ശരത്തിന്റെ കല്യാണം നടത്താൻ അച്ഛൻ ലോൺ എടുക്കാൻ തയ്യാറാകുന്ന കണ്ടിട്ട് സുനിലിന് ദേഷ്യം വരുന്നു. ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് ലോൺ എടുത്തു തരാൻ വേണ്ടി ചോദിച്ചപ്പോൾ അച്ഛന് പറ്റില്ലായിരുന്നു. ഇപ്പൊ അവന്റെ കല്യാണത്തിന് വേണ്ടി ലോൺ എടുക്കുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട് അവനൊരു ജോലിയുണ്ട്, ആ ലോൺ തിരിച്ചെടുക്കുന്നത് അവനാ. എന്നാൽ ജോലിയും കൂലിയില്ലാത്ത നിനക്കെന്തിനാ ഞാൻ ലോൺ എടുത്തു തരുന്നത്? ദേഷ്യം വന്ന സുനിലാകട്ടെ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അവന്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്റെ ആ പെണ്ണ് ബാങ്കിലല്ലേ ജോലി ചെയ്യുന്നത്, നീ അവളെ അങ്ങ് കെട്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് ലോണും കിട്ടും. അങ്ങനെ കൂട്ടുകാരുടെ പ്രോത്സാഹനം കൂടി ആയപ്പോഴേക്കും സുനിൽ സുമിയെ വിവാഹം കഴിക്കാൻ എന്നൊരു തീരുമാനത്തിലെത്തുകയാണ്. വയസ്സൊരു പ്രശ്നമല്ലേ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ 4 വയസ്സിന്റെ കാര്യമല്ലേ ഉള്ളൂ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് അവൻ പറയുന്നത്. കാരണം അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സുമി 1990-ലുള്ളതാണെന്നാണ്. കാരണം അവനെ സംബന്ധിച്ച് അവൻ 4 വയസ്സ് മാത്രമേ കുറച്ചു വെച്ചിട്ടുള്ളൂ. അവൻ അപ്പൊ തന്നെ സുമിയെ വിളിച്ചിട്ട് തനിക്ക് എന്നെ കെട്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. വീട്ടിലാകട്ടെ കല്യാണത്തിന്റെ പ്രഷറിലിരിക്കുകയായിരുന്നു സുമി. താൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് ബാങ്കിലെത്തിയ ഉടനെ തന്നെ അവൾ രേവതിയോട് ഇക്കാര്യം പറയുന്നുണ്ട്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് രേവതി പറയുന്നത്. നീ 45 വയസ്സുള്ള ആളെ കെട്ടുന്നതിലും നല്ലത് ഈ ചുള്ളൻ ചെക്കനെ കെട്ടുന്നതാ. വയസ്സൊരു പ്രശ്നമാകില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് രേവതി പറയുന്നത്. അങ്ങനെ സുമി സുനിലിന് മെസ്സേജ് അയക്കുന്നു. സീരിയസ് ആയിട്ട് തന്നെയാണോ ചോദിച്ചതെന്നറിയാൻ വേണ്ടി. താൻ സീരിയസ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചതെന്നാണ് സുനിൽ പറയുന്നത്. ആ വിവാഹത്തിന് സുമിയും ഓക്കെ പറയുന്നു. സുനിലാകട്ടെ അവളെ ഫോൺ ചെയ്യുമ്പോഴെല്ലാം തന്നെ കുറച്ച് മെച്യൂരിറ്റി തോന്നിക്കുന്ന ആളുടെ സൗണ്ടിലായിരുന്നു സംസാരിച്ചിരുന്നത്. രണ്ടുപേർക്കും സമ്മതമായ സ്ഥിതിക്ക് ഡേറ്റും സമയം തീയതിയില്ലെന്ന് തന്നെ സുമി തീരുമാനിക്കാനാണ് സുനിൽ പറയുന്നത്. ഞാൻ അവിടേക്ക് എത്തിക്കൊള്ളാം. ഇതെല്ലാം കൂടെ ആയപ്പോഴേക്കും സുമിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇവർ രണ്ടുപേരും വീട്ടുകാരറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. വീട്ടിലറിയാതെ എങ്ങനെ കല്യാണം നടത്തുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് രേവതി പറയുന്നത്, നമ്മൾ ബാങ്കിൽ നിന്നും ഒരു ട്രിപ്പ് പോകുന്നില്ലേ, അന്ന് രാവിലെ നമുക്ക് നിങ്ങളുടെ കല്യാണം നടത്താം. അത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പും കൂടെ നമ്മുടെ ട്രിപ്പിന്റെ കൂടെ ആയിക്കോട്ടെ. അങ്ങനെ അവസാനം ആ തീരുമാനത്തിലെത്തി. സുനിൽ വീട്ടുകാരോട് പറയുന്നുണ്ട് താൻ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ആയി തീർന്നിട്ടേ നീ ഇങ്ങോട്ട് വരുമെന്ന്. അതും പറഞ്ഞ് അവൻ വീട് വിട്ടിറങ്ങി. ബാങ്കിൽ നിന്ന് ടൂറിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് സുമിയും വീട്ടിൽ നിന്നിറങ്ങി. അങ്ങനെ രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിലെത്തി. സുനിലിനെ അവന്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് റെഡിയാക്കുന്നു. സുനിൽ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് സുമിയെ വിളിക്കുന്നുണ്ട്. സുമി സാധനങ്ങളും വാങ്ങി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവളെ കല്യാണം ആലോചിച്ച് വന്നിരുന്ന കൃഷ്ണകുമാറിനെ അവിടെ വെച്ച് അവൾ കാണുന്നുണ്ട്. അയാളുടെ കണ്ണിൽ പെടാതെ അവൾ ഒളിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴേക്ക് സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സുമിയെ കാണാതെ സുനിൽ ആകെ ടെൻഷനിലായി. അവളിനെ തന്നെ പറ്റിക്കുമെന്ന് വരെ അവൻ പേടിക്കുന്നു. പെട്ടെന്ന് ആ കൃഷ്ണകുമാർ അവിടുന്ന് പോയതും സുമി ഓടി അവിടേക്ക് ചെല്ലുന്നു. സുനിലിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് രജിസ്ട്രാറിന്റെ അടുത്തേക്ക് ചെന്നു. സമയം തീരുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും സൈൻ ചെയ്യുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മാലയും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് രജിസ്ട്രാർ പറയുന്നത്, ഇതെന്തായാലും കൊള്ളാം, ചെറുക്കനും പെണ്ണും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസം, ചെറുക്കന് 23ഉം പെണ്ണിന് 33ഉം. ഇത് കേട്ടതും സുമിയും സുനിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവർ രണ്ടുപേരും ഫേസ്ബുക്കിൽ തെറ്റായ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നല്ലോ വച്ചിരുന്നത്. പക്ഷെ തൽക്കാലം അവരതൊന്നും കാര്യമാക്കുന്നില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞല്ലോ. ഉച്ചയ്ക്ക് ശേഷം അവരെന്തായാലും ആ ട്രിപ്പിന് പോവുകയാണല്ലോ. സുമി ഡ്രസ്സ് മാറാൻ ബാങ്കിലേക്ക് കയറി. അപ്പോൾ രേവതി അവളോട് ചോദിക്കുന്നുണ്ട്, ചെറുക്കന് പ്രായം കുറച്ച് കുറവല്ലേ എന്ന്. അതൊന്നും സാരമില്ല, എന്തായാലും ഞങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതല്ലേ, ഇനിയിപ്പോ പ്രായമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ സുനിലിന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, കുറച്ച് മൂത്തു പോയില്ലേ ആ പെണ്ണെന്ന്. എന്നാൽ സുനിലും പറയുന്നുണ്ട് അതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്ന്. അങ്ങനെ അവന്റെ കൂട്ടുകാരെല്ലാം നാട്ടിലേക്ക് തിരിച്ചുപോയി. സുനിലിനെയും കൂട്ടി സുമിയാകട്ടെ വണ്ടിയിലേക്ക് കയറാൻ ചെല്ലുന്നു. രാഘവൻ സുമിയെ കണ്ട ഉടനെ വലിയ സന്തോഷത്തിൽ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നാൽ സുനിലിനെ കണ്ട ഉടനെ അയാൾ ചോദിക്കുന്നുണ്ട്, ഇതാരാ സുമിയുടെ അനിയനാണോ എന്ന്. സുമിയും സുനിലും ശരിക്കും ഞെട്ടി. എന്നാൽ അവൾ സത്യം തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എല്ലാവരും ബസ്സിലേക്ക് കയറാൻ, തൽക്കാലം നീ ഇപ്പൊ ആരോടൊന്നും പറയാൻ നിൽക്കണ്ടെന്നാണ് രേവതി അവളോട് പറയുന്നത്. സുമിയുടെ സഹോദരനായ സ്ഥിതിക്ക് അവളെ വളയ്ക്കാൻ ഇവന്റെ സഹായം തേടാമെന്ന് വിചാരിച്ചിട്ട് രാഘവൻ അവനെ പിടിച്ച് അയാളുടെ അടുത്തിരുത്തുന്നു. സുമിയോടൊന്ന് സംസാരിക്കാൻ പോലും സുനിലിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം മൂന്നാറത്തെ റൂം എടുക്കാൻ നേരത്ത് രാഘവൻ സുനിലിനെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വിവാഹശേഷമുള്ള ആദ്യ രാത്രിയാണ്. ആ ദിവസം പോലും അവർക്ക് ഒരുമിച്ചിരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആകെ ഇരുന്ന് പ്രാന്തായ സുനിലാകട്ടെ സുമിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ കാർ പാർക്കിംഗിലേക്ക് വരാം, സുമി അങ്ങോട്ടേക്കൊന്ന് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ സുനിൽ കാർ പാർക്കിംഗിൽ പോയി നിൽക്കുമ്പോൾ ഒരു വല്ലപ്പനാകട്ടെ അവന്റെ കയ്യിൽ ഒരു ബക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കുറച്ചു നേരത്തേക്ക് ഒന്ന് നോക്കുമോനെ, ഞാൻ ഇപ്പൊ വരാമെന്ന്. അവനത് താഴെ തന്നെ വെച്ചിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് എവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലീസുകാർ അവന്റെ അടുത്ത് വന്ന് ചെക്ക് ചെയ്യുകയും ആ ബക്കറ്റിൽ നിന്ന് ഡ്രഗ്സ് കണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇത് തന്റേതല്ലെന്ന് അവൻ പറഞ്ഞിട്ടും അവനെ പിടിച്ചുകൊണ്ടുപോയി. സുമി അവിടെ വന്ന് നോക്കുമ്പോൾ അവനെ കാണുന്നുണ്ടായിരുന്നില്ല. ഫോണിൽ വിളിക്കുമ്പോഴാണ് അവൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് മനസ്സിലാകുന്നത്. വേറെ വഴിയില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അവളാകട്ടെ രാഘവനെ സഹായത്തിന് വിളിക്കുന്നു. കാരണം രേവതിയാകട്ടെ വൊമിറ്റ് ചെയ്ത് ക്ഷീണിച്ച് കിടപ്പായിരുന്നു. സ്റ്റേഷനിലെത്തി ആ പ്രശ്നം സോൾവ് ആക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡ്രഗ്സ് ഡീലറായ ഒരാളെ കൂടി അവർ പിടിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അവൾ സംസാരിക്കുമ്പോൾ സുനിൽ തന്റെ ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം തുറന്നു പറയുന്നു. ഇത് കേട്ട് ശരിക്കും രാഘവനും ഞെട്ടി. ഒടുവിൽ ആ ഡ്രഗ്സ് ഡീലറായ വേറൊരാളെ കൂടി പിടിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട് സുനിൽ തന്റെ ഗ്യാങ്ങിലുള്ളതല്ല എന്ന്. അങ്ങനെ സത്യം പുറത്തു വന്നതോടുകൂടി തൽക്കാലം സുനിലിനെ അവർ വിട്ടയച്ചു. പക്ഷെ ആ സംഭവത്തിന് ശേഷം രാഘവന് സുമിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം സുമിയെ സ്വന്തമാക്കണമെന്നാണ് അയാൾ ആഗ്രഹിച്ചിരുന്നത്. ആരും അറിയാതെ ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നു. അതോടുകൂടി അയാൾ സുമിയോട് തന്റെ പക മുഴുവൻ തീർക്കാൻ തുടങ്ങി. സുനിലിന്റെ വീട്ടിൽ കാര്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് തന്റെ
തന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സുമി സുനിലിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി അവൾ തന്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതോടുകൂടി സുമിത്ര ആകെ ദേഷ്യത്തിലായി. സ്കൂളിൽ പഠിക്കുന്ന ഏതോ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിന്റെ ഭർത്താവാണെന്ന് പറയുന്നു. അമ്മയ്ക്കില്ലായിരുന്നു ഞാൻ വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹം. ഞാനിപ്പോൾ വിവാഹം കഴിച്ചതും പ്രശ്നമാണെന്ന് ചോദിച്ചിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. ഞാൻ സുമേഷിനെ വിളിച്ചതെല്ലാം പറയുമെന്ന് സുമിത്ര പറയുമ്പോൾ സുമിക്ക് അതൊന്നും തന്നെ പേടി തോന്നുന്നില്ല. അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ വിളിച്ചു പറഞ്ഞോളാൻ പറയുന്നു. എന്നിട്ട് സുമേഷിന്റെ കൂടെ തന്നെ പോയി നിന്നു. ഈ വീട് എനിക്കും കൂടെ അവകാശപ്പെട്ടതാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരുന്ന പോലെ സുനിലിന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ ചെല്ലണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവനത്ര പാവമൊന്നുമല്ല. അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് സുമിത്രയെ പേടിപ്പിക്കുന്നു. അന്ന് രാത്രി അവർ ഒരു റൂമിലാണ് കിടക്കുന്നതെങ്കിലും സുമി താഴെയായിരുന്നു കിടന്നിരുന്നത്, സുനിൽ കട്ടിലും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സുമി രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും. ആ സമയത്തെല്ലാം തന്നെ വീട്ടിലിരുന്ന് സുനിലിന് ബോറടിക്കാൻ തുടങ്ങി. ബാങ്കിലാകട്ടെ രാഘവൻ സുമിയോടുള്ള ദേഷ്യം കാരണം അവൾ ചെയ്തുകൊണ്ട് കൊടുക്കുന്നതിലെല്ലാം തന്നെ കുറ്റം കണ്ടുപിടിക്കാനും തുടങ്ങിയിരുന്നു. അവൾ പ്രായം കുറഞ്ഞൊരു ചെക്കനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ പലരും അവളെ കുത്തുവാക്കുകളും പറയാൻ തുടങ്ങി. അവൻ തന്റെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവര് ചോദിക്കുന്നുണ്ട്, ആ ലോൺ എങ്ങനെയെങ്കിലും നീ ശരിയാക്കാൻ നോക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നീ ആ സുഖുവേട്ടനെ പോയി കാണ്, അയാളും കോട്ടയത്ത് തന്നെയല്ലേ ഉള്ളത്. അങ്ങനെ അവൻ പിറ്റേന്ന് സുഖുവിനെ അന്വേഷിച്ച് ഇറങ്ങാൻ നേരത്ത് ഒരു കടയിൽ കയറുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ കുലുക്കി സർബത്ത് അടിച്ചുകൊണ്ടിരുന്നത് സുഖുവായിരുന്നു. വൻ സെറ്റപ്പിലാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സുഖുവിന്റെ അവസ്ഥ കണ്ടിട്ട് സുനിൽ കാര്യം തിരക്കുന്നു. സുഖു പറയുന്നുണ്ട്, താൻ ഫേസ്ബുക്ക് വഴി പ്രണയിച്ച ആ പെൺകുട്ടിയാകട്ടെ ഓൾറെഡി കല്യാണം കഴിഞ്ഞതായിരുന്നു. അവളുടെ ഭർത്താവ് ഞങ്ങളെ രണ്ടുപേരെയും കൈയോടെ പൊക്കി. അത് കാരണം ഞാൻ നാട് വിട്ടതാ, അല്ലാതെ ആ പെണ്ണിന്റെ കൂടെ ഞാൻ ജീവിക്കാനൊന്നും ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചതല്ല. അയാളുടെ അവസ്ഥയും കൂടെ കണ്ടതോടുകൂടി സുനിലിന്റെ പ്രതീക്ഷകളെല്ലാം നശിക്കാൻ തുടങ്ങി. അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. നീ എവിടെ പോയതാണെന്ന് സുമി ചോദിക്കുന്നുണ്ട്. ജോലി ആവശ്യമായിട്ട് പോയതാണെന്നാണ് സുനിൽ പറയുന്നത്. എന്നാൽ കുറെ തവണ അവൾ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവനുള്ള സത്യം തുറന്നു പറയുന്നു. ആ പ്രൊഫൈലിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണെന്നും അവന് ജോലിയൊന്നും ഇല്ലാന്നും ബിടെക്കിൽ ഒരുപാട് സപ്ലൈ ഉണ്ടെന്നും. ഇത് കേട്ടതോടുകൂടി സുമിയും ആകെ ഞെട്ടി. എന്നാൽ സുമിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ ഓരോ കള്ളത്തരങ്ങൾ പറയുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് MBA എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, ഒരു നല്ല ബിസിനസ്സുകാരനാവണമെന്ന്. എന്നാൽ എന്റെ സ്വപ്നങ്ങളൊന്നും തന്നെ എന്റെ അച്ഛനും വീട്ടുകാരും സമ്മതിച്ചില്ല. അവര് നിർബന്ധിച്ച എന്നെ ബിടെക്കിന് പറഞ്ഞു വിട്ടത്. ശരിക്കും ഞാനൊരു എഞ്ചിനീയർ ആവാൻ ജനിച്ചതൊന്നുമല്ല, നല്ലൊരു ബിസിനസ്സുകാരനാവേണ്ടതായിരുന്നു ഞാൻ. അവനങ്ങനെ സങ്കടത്തോടെ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ സുബിക്കും വിഷമം തോന്നുന്നു. പിറ്റേന്ന് അവനെയും കൂട്ടി അവളാകട്ടെ പോകുന്നത് ഒരു കോളേജിലേക്കാണ്. അവനോടൊന്നും തന്നെ പറയാതെ അവിടെ അവന് BBAക്ക് അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴായിരുന്നു സുനിൽ ഇതെല്ലാം തന്നെ അറിയുന്നത്. സുമിയുടെ ഒരു കൂട്ടുകാരിയാകട്ടെ അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവൾ വഴി എല്ലാം സെറ്റാക്കിയതാണ്. സുനിൽ സുമിയുടെ ഹസ്ബൻഡാണെന്ന് അറിഞ്ഞതോടുകൂടി ആ പ്രിൻസിപ്പൾ പോലും ഞെട്ടിപ്പോയി. അത്യാവശ്യം കോളേജിലെ എല്ലാവരും തന്നെ ഇതറിഞ്ഞു. എന്നാൽ തന്റെ അനുവാദം പോലും ചോദിക്കാതെ തന്നെ ഇവിടെ ചേർത്തത് എന്തിനാണെന്ന് സുനിൽ അവളോട് ചോദിക്കുന്നു. സുമി പറയുന്നുണ്ട്, താൻ തന്നെയല്ലേ പറഞ്ഞത് തനിക്ക് ബിസിനസ്സുകാരനാവണമെന്ന്, MBA പഠിക്കാനായിരുന്നു ആഗ്രഹം എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. വേറെ വഴിയില്ലാതെ അവന് കോളേജിലേക്ക് പോകേണ്ടതായി വരികയാണ്. പക്ഷെ കോളേജിലെ എല്ലാവരും തന്നെ അവനെ കളിയാക്കാൻ തുടങ്ങി. ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചതിനും അതിനുശേഷം അവളുടെ ചെലവിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ പഠിക്കാൻ വരുന്നതിനും. അങ്ങനെ അവന് കോളേജിൽ പോകാൻ തന്നെ മടുപ്പായി. പല ദിവസങ്ങളിലും അവൻ കോളേജിൽ പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയിട്ട് കോളേജിൽ പോകാതെ സുഖുവിന്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. അതറിഞ്ഞ് സുമിയാകട്ടെ സുനിലുമായിട്ട് വഴക്കിടുന്നു. നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം. ഇല്ലാത്ത കാശ് കൊടുത്ത് ഈ ബുക്കെല്ലാം തന്നെ വാങ്ങിവെച്ചു. ഒരു തവണ പോലും നീ അതിലേക്ക് നോക്കിയത് പോലുമില്ല. കൃഷ്ണകുമാറും അമ്മ അവിടേക്ക് വരുന്നത്. അയാളുടെ കല്യാണം വേറെ തീരുമാനിച്ചിരുന്നു. അവരും സുമിയെ ഓരോന്ന് പറഞ്ഞ് കുത്താൻ തുടങ്ങി. അതിനിടയിൽ അവർ പറയുന്നുണ്ട്, നിനക്കെന്ന് ഈ നിൽക്കുന്ന കൃഷ്ണകുമാറിന്റെ പ്രായത്തിനോട് തോന്നിയ അതേ അറപ്പും വെറുപ്പും തന്നെ ആ പയ്യന് നിന്റെ പ്രായത്തിനോടും തോന്നും. അല്ലാതെ നിങ്ങൾ തമ്മിൽ ഒരിക്കലും സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. അത് കേട്ടതും സുമിയുടെ ഉള്ളിലും ആ ഒരു ഭയം തോന്നാൻ തുടങ്ങിയിരുന്നു. കാരണം തന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുള്ളത് കൊണ്ടാണ് കൃഷ്ണകുമാറിനെ അവൾ വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു അവസ്ഥയിലാണ് അവളും വന്ന് പെട്ടിരിക്കുന്നത്. സുനിലിന് തന്നേക്കാൾ ഒരുപാട് പ്രായം കുറവാണ്. അവൾക്ക് കൃഷ്ണകുമാറിനോട് തോന്നിയ അതേ അറപ്പും വെറുപ്പും സുനിലിന് തന്നോടും തോന്നാം. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പുറത്തുനിന്ന് സുനിലും കേൾക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണകുമാർ പോകാൻ നേരം സുനിലിനോട് പറയുന്നുണ്ട്, സുമി ഒരുപാട് കഷ്ടപ്പെട്ടാ ജീവിച്ചത്, അവളെ ഇനി ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല എന്ന്. പതിയെ പതിയെ സുനിലിനും മനസ്സിലാകാൻ തുടങ്ങി സുമി ഒരുപാട് നല്ല പെൺകുട്ടിയാണെന്ന്. അത് കാരണം പിന്നീട് അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ പല ജോലികളും അവൻ ചെയ്യാൻ തുടങ്ങി. സുമിത്രയുമായിട്ടും സുനിൽ നല്ല പോലെ എടുത്തു. അവർ തമ്മിൽ ഇപ്പോൾ വഴക്കും പ്രശ്നങ്ങളും ഒന്നും തന്നെയില്ല. സുമിക്ക് വേണ്ടിയിട്ട് അവൻ പഠിക്കാനും തീരുമാനിച്ചു. അവൾ തനിക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ എനിക്ക് ആ കോളേജിൽ അഡ്മിഷൻ എടുത്തത് തന്നെ. അതുകൊണ്ട് അവളുടെ ആ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. സുമി തന്നോട് കാണിക്കുന്ന സ്നേഹം എല്ലാം തന്നെ താൻ തിരിച്ചും സുമിക്ക് കൊടുക്കും. സുമിയുടെ കൂടെ നല്ലൊരു ജീവിതം തന്നെയായിരിക്കും ഞാൻ ഈ ജീവിക്കാൻ പോകുന്നത്. സുമിത്രയ്ക്ക് വേണ്ടിയിട്ട് അവൻ കേബിൾ കണക്ഷൻ വരെ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ വൈകുന്നേരങ്ങളിലെ സീരിയലുകൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാണാനും തുടങ്ങി. പക്ഷെ സുമിയുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകളായിരുന്നു. നേരത്തെ ആ കൃഷ്ണകുമാറിന്റെ അമ്മ പറഞ്ഞ പോലെ സുനിലിന് തന്നോട് ആ ഏജിന്റെ പേരിൽ ഒരു വെറുപ്പ് തോന്നി തുടങ്ങിയിരിക്കുമോ എന്നുള്ള ഡൗട്ട്. അവൾ ഇതിനെപ്പറ്റിയെല്ലാം തന്നെ രേവതിയോട് സംസാരിക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട്, നീ ചിലപ്പോൾ ചിന്തിക്കുന്നത് കറക്റ്റ് ആയിരിക്കും. സുനിലിനേക്കാളും 10 വയസ്സ് മൂത്തതാണ് നീ. അവൻ ജീവിതം ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീയായിട്ട് അവന്റെ ലൈഫ് നശിപ്പിക്കരുത്. ഇതെല്ലാം കേട്ടതോടുകൂടി സുമി പല തീരുമാനങ്ങളും എടുക്കാൻ തുടങ്ങിയിരുന്നു. അതിനിടയ്ക്ക് സുനിലിന്റെ ഫോണിലേക്ക് അവന്റെ അമ്മ വിളിച്ച സമയത്ത് ഇടയ്ക്ക് സുമി എടുക്കുന്നു. എന്നാൽ അവൾ ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. സുനിലിന്റെ വീട്ടുകാർ ഇപ്പോഴും തങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവരുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. ഇതെല്ലാം കൂടിയായപ്പോൾ ഒരു ഡിവോഴ്സ് തന്നെയാണ്
നല്ലതെന്ന് സുമിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവള് ഡിവോഴ്സ് പേപ്പർ എല്ലാം തന്നെ പോയി ശരിയാക്കുന്നുണ്ട്. അതിനിടെ ഒരു ദിവസം റൂമിൽ നിന്നും സുമിക്ക് ആദ്യം വന്ന ആ ജോബിന്റെ ലെറ്റർ അവൻ കാണുന്നുണ്ട്. അതിനെപ്പറ്റി സുമിയുടെ കൂട്ടുകാരോട് ചോദിക്കുമ്പോഴാണ് അന്ന് നടന്ന സംഭവങ്ങളെ പറ്റി എല്ലാം തന്നെ സുനിൽ അറിയുന്നത്. അന്നവൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴാകട്ടെ അവിടെ സുമേഷും കുടുംബവും വന്നിട്ടുണ്ടായിരുന്നു. സുമിയുടെ ഈ കല്യാണം കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവരാകെ ബഹളം ഉണ്ടാക്കുകയാണ്. സുനിലും തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ കാരണമാണ് സുമിയുടെ ജോലി നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് സുമി അവിടേക്ക് വരുന്നത്. അവസാനം എല്ലാവരോടും ഒന്ന് നിർത്താൻ പറഞ്ഞിട്ട് അവള് പറയുന്നുണ്ട്, എന്റെ വിവാഹമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് ഇതോടെ തീരുമെന്ന്. എന്നിട്ട് ആ ഡിവോഴ്സ് പേപ്പറും അവളെടുത്ത് സുനിലിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് കണ്ട് സുമിത്ര പോലും ഞെട്ടിപ്പോയിരുന്നു. സുനിലിനും ആകെ ഷോക്കായിരുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. നിനക്കും എനിക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് വിഷമത്തോടു കൂടി സുനിലാകട്ടെ ഡിവോഴ്സ് പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൽ സൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സാധനങ്ങളും എടുത്ത് അവൻ തന്റെ വീട്ടിലേക്ക് പോയി. സുമിത്രയ്ക്കും ഒന്നും പറയാൻ സാധിക്കാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ആകെ തളർന്നവൻ വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് നിശ്ചയം വരെ കഴിഞ്ഞിരുന്ന അവന്റെ ചേട്ടന്റെ വിവാഹം മുടങ്ങിയെന്ന്. നീയും കൂടെ ഇനി ഈ നാട്ടിൽ എന്നെ കളിയാക്കാനുള്ളൂ എന്ന് ശരത്ത് പറയുന്നു. എന്നാൽ ഇത്തവണ അവനാകട്ടെ സ്വന്തം ചേട്ടനെ കളിയാക്കുകയൊന്നും ചെയ്തില്ല. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. അവന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് അവന് പഴയ ദേഷ്യമൊന്നും തന്നെ തന്റെ ചേട്ടനോടുണ്ടായിരുന്നില്ല. ഇതിന്റെ സുമി തന്റെ കൂട്ടുകാരെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരി പറയുന്നത്, സുനിലിനെ പോലൊരു പയ്യനെ നീ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലായിരുന്നു എന്ന്. എന്നിട്ട് അവിടെ നടന്നൊരു സംഭവത്തെ പറ്റിയും അവര് പറയുന്നു. കുറച്ചു ദിവസം മുമ്പ് കോളേജിൽ ഒരു മിസ് ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ നിൽക്കുകയായിരുന്നു. ആ മിസ്സിന്റെ കല്യാണം ആയതുകൊണ്ടാണ് അവർ ജോലി നിർത്തി പോകാനിരുന്നത്. അതിന്റെ ഫംഗ്ഷനിൽ വെച്ചിട്ട് കുട്ടികളെല്ലാം പറയുന്നുണ്ട്, മിസ്സിന് കല്യാണത്തെ പറ്റി നന്നായിട്ട് പറഞ്ഞു തരാൻ സുനിലിന് പറ്റുമെന്ന്. പിള്ളേർ കളിയാക്കിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ സുനിൽ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. മിസ് എന്തുകൊണ്ട് ഈ ജോലി നിർത്തുന്നെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, എന്റെ ഹസ്ബൻഡിന് ഞാൻ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന്, അതുകൊണ്ട് വിവാഹത്തിന് ശേഷം ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ മിസ്സിന് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഇഷ്ടമാണെന്നാണ് ആ മിസ് പറയുന്നത്. അങ്ങനെ മറ്റൊരാൾ പറയുന്ന കേട്ട് മിസ്സിന് ഇഷ്ടപ്പെട്ട ഈ ജോലി എന്തിനാ രാജിവെക്കുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. ഞാൻ എന്റെ വൈഫിനോട് ഒരിക്കലും ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവൾ അവളുടെ ഇഷ്ടത്തിന് ചെയ്യും. എന്നെ പോലും ഇവിടെ പഠിപ്പിക്കാൻ അയക്കുന്നത് അവളാണ്. ഏജ് ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമല്ല. പരസ്പരം ഒരുമിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്നിടത്താണ് നല്ല ദാമ്പത്യ ബന്ധം ഉണ്ടാകുന്നത്. എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്നതായിരുന്നു അവന്റെ വാക്കുകളെല്ലാം തന്നെ. ആ വീഡിയോയും സുമിക്ക് അവര് കാണിച്ചു കൊടുക്കുന്നു. താൻ ചെയ്തത് മണ്ടത്തരമായി പോയെന്ന് സുമിക്ക് തോന്നുന്നുണ്ട്. അവള് തന്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവളുടെ അമ്മയും പറയുന്നുണ്ട്, സുനിൽ നല്ലൊരു പയ്യനായിരുന്നു എന്ന്. ഞാനാണ് നിന്നെ മനസ്സിലാക്കാതെ പോയത്. എന്നെ അന്ന് ഇവിടെ ഉപേക്ഷിച്ചു പോയത് സുമേഷാണെന്ന് എനിക്കറിയാം. നീയാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. പക്ഷെ ഞാൻ നിന്നോട് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും അവര് മാപ്പ് ചോദിക്കുന്നു. ഞാൻ കാരണമാണ് നിനക്ക് ആ ജോലി പോലും കിട്ടാതെ പോയത്. അങ്ങനെ സുമിക്കും അമ്മയ്ക്കും ഇടയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ തീർന്നു. അവൾ ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് നോക്കുന്നു. എന്നാൽ സുനിലാകട്ടെ അതിൽ സൈൻ ആയിരുന്നില്ല ഇട്ടിരുന്നത്. മറിച്ച് അതിന്റെ ബാക്കിലായിട്ടൊരു ലവ് ലെറ്റർ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. കണക്കുകൾ പിഴച്ചു കിടന്ന എന്റെ ജീവിതത്തിന്റെ കണക്കുകളെല്ലാം തന്നെ ശരിയാക്കിയത് സുമിയാണെന്നും അതുകൊണ്ട് സുമി എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ഞാൻ സുമി ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അവന്റെ ആ ലവ് ലെറ്റർ. ഇതെല്ലാം കണ്ടതോടുകൂടി അവൾ പിന്നെ ഡിവോഴ്സ് വേണ്ടെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. സുനിലിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് എത്തി. എന്നാൽ ഇവളെ കണ്ടതും അവന്റെ അച്ഛൻ വിചാരിക്കുന്നത് ഇവനെ കോളേജിലെങ്ങാനും പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരിക്കും എന്നാണ്. സുമി അവിടെ കണ്ടതും സുനിൽ ഒരുപാട് സന്തോഷിച്ചു. അവളെ തന്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നല്ലോ. ഡിവോഴ്സ് പേപ്പറിലാണോ നീ ലവ് ലെറ്റർ എഴുതുന്നതെന്ന് ചോദിച്ചിട്ട് അവൾ തമാശ രൂപേണ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ കോളേജിൽ പോയിരുന്നു, അവിടെ വെച്ച് ഈ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ വീഡിയോ എടുത്ത് കാണിക്കുന്നു. അവന്റെ വീട്ടുകാര് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ശരത്ത് ആകെ ബഹളം ഉണ്ടാക്കുന്നു. നീ കാരണമാണ് എന്റെ കല്യാണം മുടങ്ങിയതെന്ന് പറഞ്ഞിട്ട്. കാരണം അവൻ വിവാഹം കഴിക്കായിരുന്ന ആ പെൺകുട്ടി ആ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകാനിരുന്ന ആ ടീച്ചറായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ജോലിക്ക് പോലും വിടാത്ത ഒരു പയ്യനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നില്ലേ. അതെല്ലാം കേട്ട് ഒരുപാട് ചിന്തിച്ച ആ പെൺകുട്ടിക്ക് ഈ കല്യാണം വേണ്ടാന്ന് വരെ തോന്നി. അങ്ങനെ അത് മുടങ്ങുകയും ചെയ്തു. ആ പെൺകുട്ടിയുമായിട്ടാണ് ശരത്തിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നത്. ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ ആ പയ്യൻ ശരത്തുമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ് സുനിൽ പൊട്ടിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് റെസ്പെക്റ്റും ഫ്രീഡവും കൊടുക്കാത്തൊരുത്തരാണോ നീ എന്ന് ചോദിച്ചിട്ട് അവനെ കളിയാക്കാനും തുടങ്ങി. അതൊക്കെ നീ എന്നെ കണ്ടു പഠിക്കണം. എന്റെ ഭാര്യയ്ക്ക് ഞാൻ റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട്, അവള് ജോലിക്കും പോകുന്നുണ്ട്. ഇത് കേട്ടതോടുകൂടി അവന്റെ വീട്ടുകാർ ഞെട്ടി. അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്നറിഞ്ഞതോടുകൂടി അവന്റെ അച്ഛന്റെ ബോധം വരെ പോയി. അമ്മ പോയി നിലവിളക്ക് എടുത്തിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് അവൻ അമ്മയെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ അവന്റെ അമ്മയാകട്ടെ നിലവിളക്കിന് പകരം ഓലയ്ക്ക് എടുത്തോണ്ടാണ് വരുന്നത്. അത് കണ്ട് ചിരിച്ചുകൊണ്ട് സുമിയാകട്ടെ സുനിലിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും അവരുടെ വയസ്സിനെയും അവരുടെ സാഹചര്യങ്ങളെ എല്ലാം തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിപ്പിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഓടുന്ന സുമിയും സുനിലിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുന്നു. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.